ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പിന്നാലെ CPM-ഉം AI ഉപയോഗിച്ച് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണ വീഡിയോ തയ്യാറാക്കി. EK നായനാർ ഭരണ തുടർച്ചയെപ്പറ്റി പ്രസംഗിക്കുന്ന വീഡിയോയാണ് തയ്യാറാക്കിയത്. AI വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുമെന്നും സ്വകാര്യത ലംഘിക്കും എന്നുമാണ് CPM നിലപാട്. AIക്കെതിരായ നിലപാട് പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ 100 കൊല്ലം കമ്മ്യൂണിസ്റ്റുകാരെ ഭരണത്തിൽ വരില്ലാന്നല്ലേ എവിടെല്ലാം പറഞ്ഞേ? പണ്ട് എന്താ ഞാൻ മുഖ്യമന്ത്രിയായില്ലേ? VS ആയി, പിണറായി ആയി, നമ്മുടെ പിണറായി രണ്ടാമത് മുഖ്യമന്ത്രിയായുള്ളൂ. എന്തുകൊണ്ടാത്? ജനത്തിന് വേണ്ടത് നമ്മളോടും ഈ രാജ്യത്ത് ആദ്യം കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്താരാ? ഒമർസാരാ? ദീപികാല ഓർന്നല്ല നമ്മളാ. ഇപ്പൊ കേരളത്തിൽ 62 ലക്ഷം സാധനങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അറിയാം. ഇനി നാട്ടിലെ വികസനം വേണ്ടേ? സന്തോഷം വേണം. അതെല്ലാം ആദിച്ചിട്ടുണ്ടോ ജനം വോട്ട് ചെയ്യുന്നു. ഇനിയിലും എല്ലാം നമുക്ക് നാട്ടിലെത്തിക്കണം. ആര് പാലിച്ചാലും അതൊന്നും വകവെച്ചു കൊടുക്കുക. നമ്മള് പോരാടണം. സെയ്ഫീൻ ചേരുന്നുണ്ട്. സെയ്ഫ്, ഈ AI കുറിച്ച് MP ഗോവിന്ദന്റെ ഒരു താത്വിക അവലോകനം നമ്മൾ കണ്ടതാണ്. അത് വലിയ ചർച്ചയായതാണ്. പക്ഷെ പിന്നീടാണ് ഈ പറഞ്ഞ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം AI ഇല്ലാതാക്കും എന്ന് പറഞ്ഞ ഗോവിന്ദൻ അത് തിരുത്തി പറയേണ്ടി വന്നത്. കാരണം സ്വകാര്യതയിലേക്ക്, വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുന്നതിലേക്കൊക്കെ പോകും എന്നായിരുന്നു CPM-ന്റെ ദേശീയ ലൈൻ. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നായനാരുടെ വീഡിയോ വരുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ കരട് പ്രമേയത്തിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? പാർട്ടിയുടെ നയം എന്താണത്? ഇപ്പൊ സാധാരണമാണ്, എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ എല്ലാവരും ഉപയോഗിച്ച് വരുന്നതിനിടയിലാണ് CPM-ന്റെ കരട് രാഷ്ട്രീയ പ്രമേയം തയ്യാറാകുന്നത്. ആ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ CPM പറഞ്ഞത് ഇത് വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുന്നതാണ്, സ്വകാര്യതയെ ലംഘിക്കുന്നതാണ്, തൊഴിലവസരങ്ങൾ നഷ്ടമാക്കും എന്ന് കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞിരുന്നു. ഇത് നിയന്ത്രിക്കാൻ വേണ്ടി ഒരു കരട് ചട്ടം രൂപീകരിച്ച് AI നിയന്ത്രിക്കണം എന്നുള്ളതായിരുന്നു CPM-ന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുക. അത് പ്രമേയത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുകയും ചെയ്തത്. അതിന് AIക്കെതിരായ നിലപാട് തന്നെയാണ് CPM-ന്റെ ദേശീയ നേതൃത്വം സ്വീകരിച്ചത്. MP ഗോവിന്ദൻ പറഞ്ഞത് സമാനമായ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. AI വരുമ്പോൾ അത് കുത്തക മുതലാളിമാരുടെ കയ്യിലാണുള്ളത്. അത് അവർ ഉപയോഗിക്കുകയും അങ്ങനെ തൊഴിൽ ഇല്ലാതാവുകയും പിന്നീട് അതുവഴി ജനങ്ങൾക്ക് പൈസ ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം കുറയുക, അതുവഴി ജനാധിപത്യ ജനകീയ വിപ്ലവം വരുമെന്നൊക്കെ താത്വിക അവലോകനം അദ്ദേഹം നടത്തിയിരുന്നു. അതിനിടയിലാണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് EK നായനാരുടെ ഒരു വീഡിയോ AI വഴി ഉപയോഗിച്ചിരിക്കുന്നത്. അത് 6-ാം തീയതി മുതൽ 9-ാം തീയതി വരെ, മാർച്ച് 6 മുതൽ 9 വരെ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നിലവിലുള്ള സർക്കാരിന്റെ അല്ലെങ്കിൽ ഇടത് സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങൾ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം വിവരിച്ചുകൊണ്ടാണ് CPM അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് AIയുടെ സഹായം തേടിയിരിക്കുന്നത്. MP ഗോവിന്ദൻ തളിപ്പറമ്പിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ കൃത്യമായി തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ചില ഉദാഹരണങ്ങൾ സഹിതം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. AI വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച്, ചില ഫോട്ടോകൾ എഡിറ്റ് ചെയ്തതിനെ കുറിച്ച്. അങ്ങനെ AI വഴി എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തവന് പണി പോകും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതേ പണി തന്നെയാണ് CPM ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് രണ്ട് നിലപാട് CPM-ന്റെ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ധന്യ.